അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും വീട്ടിൽ സ്വന്തമായിട്ടൊരു റംബൂട്ടാൻ പ്ലാന്റ് ഉണ്ടാവണം എന്നുള്ളത് അല്ലേ? അങ്ങനെ ഞാനൊരു റംബൂട്ടാൻ്റെ പ്ലാന്റ് വാങ്ങി. ഏകദേശം ഒരു 1800-2000 രൂപയ്ക്ക് അടുപ്പിച്ചാണ് ഈ പ്ലാന്റിന് പ്രൈസ് വന്നത്. അങ്ങനെ ഞാനത് വാങ്ങി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഇനി നമുക്കത് നടാനുള്ള പരിപാടി നോക്കാം. വീടിൻ്റെ പുറകുവശത്തായിട്ട് മതിലിനോട് ചേർന്ന് ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ റംബൂട്ടാൻ പ്ലാന്റ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ നോക്കുമ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവും ചെയ്യും, നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാനും പറ്റും. അതുകൊണ്ടാണ് അവിടെ തന്നെ പ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. റംബൂട്ടാൻ പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, റംബൂട്ടാൻ നമ്മൾ നടുന്നത് ഏറ്റവും നന്നായിട്ട് വെയിൽ കിട്ടുന്നൊരു സ്ഥലത്തായിരിക്കണം. നല്ല രീതിയിൽ വെയിൽ ആവശ്യമുള്ളൊരു ചെടിയാണ് റംബൂട്ടാൻ. നന്നായി കാ പിടിക്കാനും അതുപോലെ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവാനും നമ്മൾ റംബൂട്ടാൻ ഏറ്റവും നല്ല വെയിൽ കിട്ടുന്ന ഏരിയ തന്നെ വേണം നടാൻ. അപ്പോൾ എൻ്റെ വീടിൻ്റെ പുറകുവശത്ത് നന്നായിട്ട് വെയിൽ കിട്ടുന്നൊരു ഏരിയയാണ്, അതുകൊണ്ടാണ് ഞാൻ ആ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത്. പിന്നെ നമ്മൾ നല്ല രീതിയിൽ വലിയ ആഴത്തിലുള്ള കുഴി വേണം എടുക്കാൻ. ഞങ്ങളിവിടെ ഒരുപാട് കല്ലുകളുണ്ടായിരുന്നു. ആ കല്ലുകളൊക്കെ നീക്കി ഒരുപാട് കുഴിച്ച് ആ തൈക്ക് പറ്റിയ അളവിലുള്ളൊരു വലിയ കുഴി വേണം നമ്മൾ എടുക്കാൻ. ചെറിയ തൈ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ചെറിയ കുഴി മതിയാവും. പക്ഷേ വലിയ തൈകൾക്ക് വലിയ കുഴി തന്നെ എടുക്കണം. കുഴി എടുക്കാനും തൈ വെക്കാനൊക്കെ സഹായിച്ചത് എൻ്റെ മാമന്മാരാണ്. അങ്ങനെ വലിയൊരു കുഴി എടുത്തതിന് ശേഷം ആ കുഴിയിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട്, അതിന് ശേഷം നമ്മൾ ആദ്യം കൊത്തി മാറ്റി വെച്ച മണ്ണില്ലേ, അതിൽ കല്ലൊക്കെ കളഞ്ഞിട്ടുള്ള മണ്ണ് നമ്മൾ അതിലേക്ക് ഇടുകയാണ്. ഇനി നമ്മുടെ പ്ലാന്റിൻ്റെ ബഡ് ചെയ്ത ഭാഗം മണ്ണിനടിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അളവ് നോക്കി ഏകദേശം അളവെടുത്തിട്ട് ആ അളവ് എത്തുന്നവരെ കുഴിയിൽ മണ്ണിടുക. ഇതുപോലുള്ള വലിയ പ്ലാന്റ്സ് നടുമ്പോഴേ നമ്മൾ മാക്സിമം അത് കുഴിയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് മാത്രമേ അത് കീറി അതിൽ നിന്ന് തൈ എടുത്ത് മാറ്റാവൂ. തൈ കുഴിയുടെ അടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു മിക്സ് കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ന്യൂട്രി റിച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാജിക് മിക്സാണ്. ഇതിൽ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചകിരിച്ചോറ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 3-4 വർഷം പഴക്കമുള്ളൊരു റംബൂട്ടാൻ്റെ ട്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആ വളം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അത്രയും വലിയ ഗ്രോത്ത് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ വളം കൊടുക്കണം. ഇനിയൊരു കത്തി എടുത്തിട്ട് നമുക്ക് അതൊന്ന് കീറി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ തൈ നമുക്ക് എടുക്കാം. ഇത് നല്ല കട്ടിയുള്ള കവറായതുകൊണ്ട് നമുക്ക് കൈ കൊണ്ടൊന്നും അങ്ങനെ കീറാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് കത്തി ഉപയോഗിച്ചാണ് ഞങ്ങൾ കീറിയത്. ഇങ്ങനെ കീറുമ്പോൾ നമ്മൾ അതിൻ്റെ വേരുകളൊന്നും അധികം പോകാതെ നോക്കണം. ഞാൻ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സ് എൻ്റെ വീട്ടിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയ പ്ലാന്റ് ആദ്യമായിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മാമന്മാരൊക്കെ വന്നുകൊണ്ട് പരിപാടി വേഗം കഴിഞ്ഞു. പിന്നെ ഇത് കണ്ടില്ലേ, കീറിയത് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കീറുമ്പോൾ നമ്മൾ വേരൊന്നും പോകാതെ പ്രത്യേകം നോക്കണം. അതിനുശേഷം ഇങ്ങനെ കീറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ കീറുന്നതുകൊണ്ടുള്ള ഗുണം, രണ്ടാൾക്ക് അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടില്ലേ, 2 ഏരിയയിലും പിടിച്ച് തൈ കുഴിയിലേക്ക് വെക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമുക്ക് കവർ അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഇതും പുറത്തേക്ക് പോയി, മണ്ണും എല്ലാം കൂടി പുറത്തേക്ക് പോയി നമുക്ക് അത് ഇറക്കി വെക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് കാര്യം കഴിഞ്ഞു. ഇനി നമുക്കത് മാറ്റണം. അടിയിൽ നിന്ന് ആ കവർ മാറ്റാണ് ചെയ്യേണ്ടത്. അങ്ങനെ കുഴിയിലേക്ക് തൈയൊക്കെ വെച്ചതിന് ശേഷം ആ കവർ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ തൈ ഒന്ന് പൊക്കിയിട്ട് അതിൻ്റെ അടിയിലൂടെ മെല്ലെ ആ കവറിന്ന് വലിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് അതിലെ മണ്ണൊന്നും ഇളകാണ്ട് തന്നെ നമുക്ക് ആ കവർ പുറത്തേക്ക് എടുക്കാനും പറ്റി. ഇനി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടാണോ അതിൻ്റെ കൊമ്പ് വേണ്ടത് ആ ഡയറക്ഷനിലേക്ക് നമ്മൾ കൊമ്പ് തിരിച്ചു വെക്കണം, അല്ലെങ്കിൽ ആ തൈ തിരിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്കത് കൊണ്ടുവരാൻ പറ്റൂ. ഇതിപ്പോൾ ഞാൻ ആ മതിലിൻ്റെ സൈഡിലേക്ക് ചേർത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൊമ്പ് ആ ഒരു ഭാഗത്തേക്കായിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചത്. ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റും നേരത്തെ നമ്മൾ എടുത്തു വെച്ച മാജിക് മിക്സില്ലേ, അത് കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ചാണകം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ആ ചാണകവും അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുത്തു. കാരണം നമ്മൾ തായ്വേരിനുള്ള ചാണകവും ചാണകപ്പൊടിയും ന്യൂട്രി മിക്സൊക്കെ നമ്മൾ ആദ്യം കൊടുത്തു. ഇനി അതിൻ്റെ ചുറ്റുമുള്ള വേരിനുള്ള ചാണകവും പൊടിയൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം ഈ അവസ്ഥയിലാണ് നമ്മുടെ റംബൂട്ടാൻ പ്ലാന്റ് ഉള്ളത്. കണ്ടില്ലേ, കുഴിയിൽ നിന്ന് ഏകദേശം നല്ല ഗ്യാപ്പും ഉണ്ട്, നമ്മുടെ തൈക്ക് നന്നായിട്ട് വേരോടി പോകാനുള്ള സ്ഥലവും ഉണ്ട്. ഇനി എല്ലാം കഴിഞ്ഞ അവസാനം നമുക്കിതാ അതിലേക്ക് ആ മണ്ണ്, നമ്മൾ ആദ്യം കുഴിച്ച് മാറ്റിയ മണ്ണ് തിരിച്ചിടാം. നമ്മൾ ഏത് പ്ലാന്റ് നടുമ്പോഴും ഇങ്ങനെ തന്നെ വേണം നടാൻ. കാരണം ഇങ്ങനെ നട്ടാൽ മാത്രമേ ആ ചെടിയുടെ വേരുകൾക്ക് പെട്ടെന്ന് വളരാനും അല്ലെങ്കിൽ വേരോടി പോകാനും ആ ചെടിക്ക് പെട്ടെന്ന് വളരാനും പറ്റൂ. അതിലുള്ള ഒരുപാട് കല്ലുകൾ കണ്ടില്ലേ, കല്ലുകളൊക്കെ മാറ്റി മണ്ണ് മാത്രമാണ് നമ്മൾ അതിലേക്ക് തട്ടിയിടുന്നത്.
ഇനി നന്നായിട്ട് തൈയുടെ ചുറ്റും മണ്ണ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇടുക. നന്നായിട്ട് അടിവളം കൊടുത്താൽ ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും ഏത് പ്ലാന്റ് ആണെങ്കിലും വേഗം തന്നെ കായ്ക്കും. അപ്പോൾ അടിവളത്തിലാണ് ഒരു മരത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം ഉണ്ടാകുന്നത്. റംബൂട്ടാൻ നടുമ്പോൾ എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ് ചെയ്തോ ആയിട്ടുള്ള തൈകൾ നടാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് 3-4 വർഷം കൊണ്ട് കായ്ഫലം കിട്ടും. മറ്റേത് നമ്മൾ കുരുമുളപ്പിച്ചിടുമ്പോൾ 10-12 വർഷം നിന്നാലും ചിലപ്പോൾ നമുക്കതിൽ നിന്ന് കായ്ഫലം കിട്ടണമെന്നില്ല. ഈ ബഡ് ചെയ്ത ഭാഗം ഒരിക്കലും മണ്ണടിയിൽ പോകരുത്. അങ്ങനെ പോയാൽ വേഗം തന്നെ ഇത് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തൈ വെച്ചതിന് ശേഷം അവസാനം നമ്മൾ ഇതുപോലെ ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും എയർ കുടുങ്ങി കിടക്കേണ്ടി അതൊക്കെ ഒന്ന് ഫില്ലാവും. അങ്ങനെ നമ്മുടെ റംബൂട്ടാൻ പ്ലാന്റിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി ഈ ചാനലിൽ വരും. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.